കിട്ടിയോ? കിട്ടിയോ? നാടുവിറപ്പിച്ച കരടി ഒടുവിൽ കാട് കയറി. കഴിഞ്ഞ രാത്രി 10 മണിയോടെ നെയ്ക്കുപ്പ ചെഞ്ചടി വനത്തിലേക്ക് കരടിയെ കയറ്റിയതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. രാത്രി നെയ്ക്കുപ്പ പാലത്തിന് സമീപം എത്തിയ കരടി മെയിൻ റോഡിലൂടെ കടന്ന് ചെഞ്ചടി വയലിലെത്തി തുടർന്ന് വനത്തിലേക്ക് കയറുകയായിരുന്നു. പനമരം ഭാഗത്തുനിന്ന് പാതിരിയമ്പത്തെത്തിയ കരടി രാത്രി 10 മണിയോടെയാണ് നെയ്ക്കുപ്പ പാലത്തിന് സമീപം എത്തിയത്. ബസ് ജീവനക്കാരനായ ഊന്നുങ്കൽ ഷിബു ജോലി കഴിഞ്ഞു വരുന്നതിനിടയിൽ മെയിൻ റോഡിലൂടെ നടന്നുവരുന്ന കരടിയുടെ മുൻപിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം ബഹളം വെച്ചതോടെ ആളുകൾ വീടുകൾക്ക് മുൻപിൽ ലൈറ്റുകൾ തെളിച്ചു. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം എണീറ്റ് അടുത്തുള്ള വീട്ടുകാരൊക്കെ എണീറ്റ് അവരെല്ലാം കണ്ട് സാധനത്തെ റോട്ടിൽ കൂടെ തന്നെ നടന്നു പോവുകയും ചെയ്തത്. കുറച്ചപ്പുറം ചെന്നിട്ട് തോട്ടത്തിൽ കൂടി ഇറങ്ങി കാടിൻ്റെ അങ്ങോട്ട് വയലിലേക്ക് പോവുകയും ചെയ്തത്. ഫോറസ്റ്റുകാർ ഒരു 9 ആയപ്പോഴേക്കും ഫോറസ്റ്റുകാർ എത്തി. അപ്പോൾ എത്തി ഫോറസ്റ്റുകാരോടെ എല്ലാവരും എത്തി. പിന്നെ നാട്ടുകാരുണ്ടായിരുന്നു, കുറച്ച് പേര് അതിൽ തെരഞ്ഞ് നടന്നു. പിന്നെ ആ വഴി റോഡ് സൈഡിലുള്ള ആൾക്കാർ മുഴുവൻ കണ്ടി സാധനം. തുടർന്ന് കരടി തോട്ടത്തിലൂടെ കടന്ന് ചെഞ്ചടി വയലിലെത്തി. വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കരടിയെ നിരീക്ഷിക്കുന്നതിനിടെയാണ് വയലരികിൽ താമസിക്കുന്ന നടവയലിൽ മെസ് നടത്തുന്ന സഹദേവന്റെ വീട്ടുമുറ്റത്തുകൂടി കരടി കാട്ടിലേക്ക് കയറിയതെന്ന് സഹദേവൻ പറഞ്ഞു. വീടിന് മുമ്പിൽ തന്നെ വയലാ കരടി. അവിടെ നിന്ന് പട്ടി പറ്റിച്ച് ഇറങ്ങി നോക്കുമ്പോഴേക്കും നല്ല വലുപ്പമുണ്ട്. നല്ല കയറി ചെങ്ങ നിൽക്കുന്നുണ്ട് മുറ്റത്ത് വിട്ട്. അതിൻ്റെ അവിടെ കയറി വേഗം റോഡിലേക്ക് കയറി, റോഡ് മുറിച്ച് കാട്ടിലേക്ക് കയറി. അവിടെയും ടോർച്ചുകാരൊക്കെ പുറകെ എത്തി. ഒരു ടോർച്ചൊക്കെ അടിച്ച്, അപ്പം ഞാനും ടോർച്ചൊക്കെ അടിച്ച് പിന്നെ കണ്ടിട്ടില്ല. വനത്തിൽ നിന്നിറങ്ങി ജനങ്ങളെ കഴിഞ്ഞ 4 ദിവസം ഭീതിയിലാഴ്ത്തിയ കരടി നെയ്ക്കുപ്പ വനത്തിൽ കയറിയതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആശ്വാസത്തിലാണ്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.